എങ്ങനെയെങ്കിലും ഇവരൊന്ന് തമ്മിൽ തല്ലിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ശരിയാകില്ല. ഇതല്ലല്ലോ അമ്മായിയമ്മ. അമ്മായിയമ്മ എങ്ങനെയാണെന്നുള്ളത് അവളും കൂടി ഒന്ന് അറിയണ്ടേ? ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ശരിയാക്കാൻ വഴിയുണ്ട് എന്റെ കയ്യില്. എന്താ മോളെ എങ്ങനെ ഇരിക്കണോ ഒറ്റക്ക്? ഒന്നുമില്ല, വെറുതെ ഇരുന്നതാ. ഇന്ന് ചായ കുടിക്കേ? ഞാൻ വന്ന അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവളുടെ മോന്തൊക്കെ കയറ്റി വെച്ചിരിക്കണ്ടല്ലോ. അവൾക്ക് അങ്ങനെയൊന്നുമില്ല, മോക്ക് തോന്നണതാ. അതൊരു പാവം കൊച്ചാ. എനിക്ക് തോന്നണമെന്നല്ല, എനിക്കെന്താ അറിയാത്തത്. അവൾക്ക് ഞാൻ വന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ കയറ്റിയത് അവളുടെ മോന്ത. അവളുടെ മട്ടും പാവവും കണ്ടാലറിയാം ഞാൻ ഒന്നും എടുക്കണമെന്ന് പിടിക്കണതും ഒന്നും പിടിക്കണില്ല. ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാണ്ടിരിക്കണതാ. അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവൻ വരുമ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനും ഇപ്പൊ ഇന്ന അത്ര വലിയ മൈൻഡൊന്നും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ സ്വഭാവം. ഇവിടെ ഓരോന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞു കൊടുത്തിട്ട് അവനും ഇപ്പൊ എന്റെ മൈൻഡാത്തത്. ഞാൻ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി അവൻ എന്നോട് നേരാവണോ സംസാരിച്ചിട്ടും കൂടി ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല മന, അതൊരു പാവാ മന, മാക്ക് തോന്നണത് അതൊക്കെ. ഇവര് തമ്മിൽ തെളിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണല്ലോ. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോ അവരവിടെ സുഖമായിട്ടിരിക്കുന്നു. അത് ശരിയാവത്തില്ലല്ലോ. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് തമ്മിൽ തല്ലിക്കണം. അവൾക്കൊരു പാഠം പഠിപ്പിക്കണം അവനെ. ഈ അമ്മയ്ക്ക് എന്താ എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തത്? എങ്ങനെയെങ്കിലും ഇവരൊന്ന് തമ്മിൽ തല്ലിപ്പിക്കണം, അല്ല ഇതല്ലല്ലോ അമ്മായിയമ്മ. അമ്മായിയമ്മ എങ്ങനെയാണെന്നുള്ളത് അവളും കൂടി ഒന്ന് അറിയണ്ടേ? ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ശരിയാക്കാൻ വഴിയുണ്ട് എന്റെ കയ്യില്.